മഹോന്നതനായ ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം രണ്ടാം ഞായറാഴ്ചയിൽ സഭ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ്. ഇതൊരു ശ്ലീഹാ നോമ്പ് കാലമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശിഷ്യന്മാരുടെ വിളിയും നിയോഗവും ധ്യാനിക്കുന്ന ഈ കാലത്ത് തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ട ശരീരവും ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ധ്യാനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന് പിന്നാലെയാണ് സഭ ലഹരി വിരുദ്ധ ദിന ആചരണം നടത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. പുകയില, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെ വിപണന തന്ത്രങ്ങൾ തുറന്നു കാട്ടുകയായിരുന്നു ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിനത്തിൻ്റെ ലക്ഷ്യം. പുകയിലയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുരക്ഷിത പകരക്കാരനായി അവർ തന്നെ അവതരിപ്പിക്കുന്ന രുചിയുള്ള വിവിധ ഫ്ലേവറുകളുള്ള ഉൽപ്പന്നങ്ങൾ തിളക്കമാർന്ന പാക്കിങ്ങോടുകൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോഗ്യ അവകാശവാദങ്ങളോടുകൂടി അവതരിപ്പിക്കുന്നതിനെതിരായ മുന്നറിയിപ്പാണ് ഈ ദിനാചരണത്തിലൂടെ നൽകപ്പെട്ടത്. ഇത്തരം പരസ്യങ്ങളുടെ ലക്ഷ്യം പുകയില ശീലക്കാരെ രക്ഷിക്കുകയല്ല, പകരം പുതിയ ശീലക്കാരെ സൃഷ്ടിക്കുക എന്നതാണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാ വർഷവും ജൂൺ 26 മയക്കുമരുന്ന് ദുരുപയോഗത്തിനും നിയമവിരുദ്ധ കടത്തിനുമെതിരായി അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ ലോകം ഒത്തുചേരുന്നു. ഒക്ടോബർ 3 വേൾഡ് ടെമ്പറൻസ് ഡേ ആണ്. മദ്യപാനത്തിൻ്റെ ദോഷകരമായ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ ദിവസവും. ഈ വർഷത്തെ സഭയുടെ ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ചിന്താവിഷയം വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ട ശരീരവും ജീവിതവും എന്നതാണ്. സദൃശ്യവാക്യങ്ങൾ 20 അധ്യായം 1 മുതൽ 13 വരെയും 1 തെസ്സലോനിക്കർ 4 അധ്യായം 3 മുതൽ 8 വരെയും 1 കൊരിന്ത്യർ 6 അധ്യായം 9 മുതൽ 11 വരെയും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6 അധ്യായം 9 മുതൽ 11 വരെയുമാണ് വായനാഭാഗങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 20-1 വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളെ അടിമപ്പെടുത്തുന്ന എല്ലാറ്റിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ഞങ്ങൾ പ്രശാന്തതയിലേക്ക് നടക്കുന്നവരും മറ്റുള്ളവരെ പ്രശാന്തതയിലേക്ക് സുബോധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവരുമായിരിക്കാൻ സഹായിക്കണമേ. ഈ വചനധ്യാനം ഞങ്ങളുടെ ചിന്തകളെ കൂടുതൽ തെളിവുള്ളതും ഞങ്ങളുടെ ശരീരത്തെയും ജീവിതത്തെയും വിശുദ്ധീകരിക്കുന്നതും ആയി ഭവിപ്പാൻ ഇടവരുത്തണം. സകലവും മശിഹായുടെ നാമത്തിൽ തന്നെ, ആമേൻ. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. വീഞ്ഞിൻ്റെ ചരിത്രത്തിന് നോഹയുടെ പ്രളയകാലത്തോളം പഴക്കമുണ്ട്. വിജയത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും കാലത്തോളം പഴക്കമുണ്ട് ലഹരിയുടെയും വീഴ്ചയുടെയും കഥയ്ക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്ന 2 വീണ്ടെടുപ്പ് വിവരണങ്ങളാണ് ഉൽപ്പത്തി 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളും ഉൽപ്പത്തി 19 അധ്യായവും. ഈ വേദഭാഗങ്ങൾ വിവരിക്കുന്നത് 2 ന്യായവിധികളും 2 വീണ്ടെടുപ്പ് അനുഭവങ്ങളും അതിനോട് ചേർന്ന് ലഹരി ഒരാശ്വാസമായും അപകടമില്ലാത്ത ശീലമായും പരിഗണിച്ച 2 ദൈവമക്കളുടെ വീഴ്ചയുമാണ്. എല്ലാ ലഹരികളും അങ്ങനെയാണ്. ആദ്യം മോഹിപ്പിക്കും, പിന്നെ കീഴടക്കും, പിന്നെ ഇല്ലാതെയാക്കും. ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ വീണ്ടെടുപ്പിൻ്റെ 1-ാം വിവരണമാണ്. സൃഷ്ടിപ്പിന് ശേഷം എല്ലാം നല്ലത് എന്ന് കണ്ട ദൈവം ഏദനിൽ തന്നെ മനുഷ്യൻ്റെ ആസക്തികൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഭക്ഷണത്തിന് വേണ്ടി പഴങ്ങൾ പറിച്ചെടുത്തിരുന്ന മനുഷ്യൻ പുത്തൻ ആർത്തികളിൽ കുടുങ്ങി പഴങ്ങൾ പറിക്കാൻ തുടങ്ങിയപ്പോഴാണ് പാപത്തിൻ്റെ തുടക്കം. അങ്ങനെ പുത്തൻ അറിവിൻ്റെ വൃക്ഷഫലം ലക്ഷ്യം വെച്ചുള്ള ആലോചനകളായി മനുഷ്യൻ്റെ തുടക്കം. പുതുതായി എത്തിയ കൂട്ടുകാരൻ്റെ പിന്തുണ ഹവ്വയ്ക്ക് അതിനായുള്ള ധൈര്യവും പകർന്നു. അറിവിൻ്റെ ഫലവും അതിന്മേലുള്ള വിലക്കും പിശാചിൻ്റെ പ്രേരണയിൽ അതിജീവിച്ച ആദ്യ കുടുംബം കൊതിയിലേക്കുള്ള യാത്ര അവിടെയാണ് ആരംഭിക്കുന്നത്. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം, ആർത്തി എന്നിങ്ങനെ മനുഷ്യൻ്റെ ഉപഭോഗക്രമം വികസിക്കുന്നുണ്ട് ഏദനിൽ തന്നെ.
വിശപ്പിനായുള്ള പഴങ്ങൾ അത് പറിച്ചു തുടങ്ങുന്നതിൽ നിന്ന് മാറി തനിക്ക് വിജയിക്കാനുള്ള, വളരാനുള്ള, ദൈവത്തെ പോലെ ആകാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹമാണ് രണ്ടാമത് പഴം പറിക്കുന്നതിൽ. അതിന് കൂട്ടുകാരും കൂടി എത്തിയപ്പോൾ അതിലേക്കുള്ള യാത്ര ഗൂഢാലോചനയായി മാറി. തുടർന്ന് ആവശ്യങ്ങളും ആസക്തികളും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. അറിവിൻ്റെ ഫലം, പിന്നെ ഉടുപ്പിനായുള്ള ഇലകൾ, മരത്തിൻ്റെ തോലുകൾ, പിന്നീട് മൃഗത്തിൻ്റെ തോലുകൾ, ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇതിനെ ചരിത്രം വികസനമെന്നാണ് വിശദീകരിക്കുന്നതെങ്കിലും ചൂഷണത്തിൻ്റെയും വീഴ്ചകളുടെയും വഴിമാറ്റമാണ് നമുക്കിവിടെ കാണാനാകുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് മനുഷ്യർ നോഹയുടെ കാലത്ത് നിൽക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ ആസക്തിയാണ് നോഹയുടെ കാലത്തെ വഷളത്വമായി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുക. വഷളത്വത്തിലേക്ക് വളരുന്ന ശീലങ്ങൾ കണ്ട് ദൈവം സൃഷ്ടിയെക്കുറിച്ച് അനുദപിക്കുകയാണ്. ഒരു ശുദ്ധീകരണത്തിന് കാലമായി എന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ അത് തിരിച്ചറിഞ്ഞ ദൈവം ഒരു പ്രളയം കൊണ്ട് ലോകത്തെ ശുദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴും കരുണാമയനായ ദൈവം ഒരു രക്ഷാപദ്ധതി ചേർത്ത് ചിന്തിക്കുന്നുണ്ട്. അതാണ് നോഹയിലൂടെയുള്ള വീണ്ടെടുപ്പ്. രക്ഷയുടെ പെട്ടകമണിക്കാരനായി ദൈവം കണ്ടെത്തുന്നത് ദൈവത്തോടൊപ്പം നടന്ന നോഹയാണ്. ഒരു പെരുമഴയ്ക്കും പ്രളയത്തിനും സർവനാശത്തിന് ശേഷം പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറക്കുകയും ചെയ്തപ്പോൾ നോഹയും സംഘവും ഇറങ്ങിയത് പുത്തൻ ഭൂമിയിലേക്കാണ്, പുത്തൻ തുടക്കത്തിലേക്കാണ്, പുത്തൻ ആരാധനാ രീതികളിലേക്കാണ്. എല്ലാം പുതിയത്, നല്ല തുടക്കം, ദൈവിക ആരാധനയോടെയുള്ള തുടക്കം, എല്ലാം നല്ലതാണ്. പുത്തൻ പ്രതീക്ഷകളോടെ മുന്തിരി കൃഷി ചെയ്താണ് അവർ ഉപജീവനം കണ്ടെത്തുന്നത്. അരാരാത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിൽ സമൃദ്ധിയോടെ വിളഞ്ഞ മുന്തിരി കൃഷി വൻ വിജയം തന്നെയായിരുന്നു. ധാരാളമായി വിളഞ്ഞ മുന്തിരി, ഈ മുന്തിരിപ്പഴങ്ങൾ എന്ത് ചെയ്യണമെന്ന് നോഹ നടത്തിയ റിസർച്ചിൽ നിന്നാണ് വൈനാകാം എന്ന ചിന്തയിലേക്ക് എത്തുക. അവിടെയാണ് നോഹയുടെ വീഴ്ചയും. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 20-21. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. നോഹയുടെ പുത്രൻ കനാൻ്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ടു. വിജയത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും സുന്ദര അനുഭവങ്ങൾക്കൊപ്പം വീഴ്ചയുടെയും തലമുറകൾക്ക് കൂടി വന്നു ഭവിക്കുന്ന ദുരന്തത്തിൻ്റെയും വിവരണമാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണാൻ കഴിയുന്നത്. ലഹരിയുടെ ആഴവും പരപ്പും വളരെ വലുതാണ്. ഓരോ ജീവിതത്തിലും വിജയാഘോഷങ്ങളിൽ മതിമറന്നു പോകുന്നവർ, സങ്കടങ്ങളിൽ കൂപ്പുകുത്തുന്നവർ, എല്ലാം മറക്കാൻ ശ്രമിക്കുന്നവർ, സൗഹൃദങ്ങളുടെ ഭാഗമായി ലഹരി ശീലിക്കുന്നവർ, ഒറ്റപ്പെടൽ മാറാൻ ലഹരിയുടെ കൂട്ടു തേടുന്നവർ, രഹസ്യമായി ലഹരി ഉപയോഗിച്ചു വരുന്നവർ, വിശുദ്ധിയുടെ അടയാളങ്ങളും സ്ഥാനമാനങ്ങളും വഹിക്കുകയും അശുദ്ധിയുടെ ശീലങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവർ, എല്ലാവർക്കുമുള്ള പാഠമാണ് നോഹയുടെ ജീവിതം. ദൈവത്തോടൊപ്പം നടന്നവൻ എന്ന് പേരുള്ളവൻ, വീണ്ടെടുക്കപ്പെട്ടവൻ, അനുഗ്രഹീതൻ, എന്നിട്ടും സ്വയം മറന്ന് ലഹരി ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിൻ്റെ പതനത്തിന് കാരണമായി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തകർച്ചയ്ക്കും കാരണമായി. തൻ്റെ ലക്കുകേട് മറയ്ക്കാനായി ഒരു ബലിയാടിനെ, ഒരു വിക്ടിമിനെ കൂടി സൃഷ്ടിക്കുന്നുണ്ട്. അത് സ്വന്തം മകൻ തന്നെയാണ്. ലഹരി കീഴടക്കിയ ഓരോ ഭവനത്തിലും ഇങ്ങനെ പുതിയ വിക്ടിംസ് ഉണ്ടാവുകയാണ്, പുതിയ ബലിയാടുകൾ. അപ്പൻ ചെയ്യുന്ന, ലഹരി ഉപയോഗിക്കുന്നവർ അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾക്ക് കുടുംബാംഗങ്ങൾ വിക്ടിമാകുകയാണ്. തല കുനിഞ്ഞുപോയ തലമുറകൾ ഉണ്ടാകുകയാണ്. ജീവിതം നിരാശയിലായിപ്പോയ കുടുംബാംഗങ്ങൾ ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് ലഹരിരഹിത കുടുംബങ്ങൾ രൂപപ്പെടുത്തേണ്ടുന്നത് ആവശ്യമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത്. വീണ്ടെടുപ്പിൻ്റെ രണ്ടാം വിവരണം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലാണ്. സോദോമിലെ സന്ദർശകരായ ദൂതന്മാർ ദേശത്തിൻ്റെ പാപനിമിത്തം അതിനെ നശിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ മഹാനാശത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ലോത്തും കുടുംബവുമാണ് രണ്ടാമത്തെ ഉദാഹരണം. ആസക്തിയും അനാശാസ്യവും നിമിത്തം സോദോമിലെ ജനത്തെക്കുറിച്ചുള്ള ആവലാതി ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ അവരിലേക്ക് എത്തുന്ന ന്യായവിധിയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട കുടുംബമാണ് ലോത്തിൻ്റെ കുടുംബം.
എന്നിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നടക്കുന്നതിനേക്കാൾ സ്വന്തം ഇഷ്ടത്തിൽ വീണ്ടും വീണ്ടും ഓടിപ്പോകാൻ തീരുമാനിച്ച ആളാണ് ലോത്ത്. ആ ഓട്ടത്തിനിടയിലാണ് ലോത്തിന് മക്കൾ തന്നെ വീഞ്ഞു നൽകി ലഹരി പിടിപ്പിച്ച് ഒരു കുടുംബത്തിലും സംഭവിച്ചുകൂടാത്ത അന്യായം നടക്കുക. അപ്പനിൽ നിന്ന് മക്കൾക്ക് അടുത്ത തലമുറ രൂപപ്പെടുന്ന ദുരവസ്ഥ, ലജ്ജാകരമായ അവസ്ഥ, ചരിത്രത്തിൽ എന്നും ലജ്ജിപ്പിക്കുന്ന, ദൈവാലയത്തിൽ ആ തലമുറ കടന്നു വരാൻ പോലും പാടില്ല എന്ന് തീരുമാനിക്കുന്ന ദുരവസ്ഥ നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ കാണാനാകും. ഓർത്തു നോക്കുക, ലഹരി പിടിച്ച ഒരപ്പൻ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്, തൻ്റെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന്, എല്ലാ ക്രമങ്ങളും എല്ലാ നീതിയും എല്ലാ ബോധ്യവും നഷ്ടപ്പെട്ടു പോകുന്നത് തിരിച്ചറിയാതെ ലഹരി പിടിച്ച് ഉറങ്ങുകയാണ്. എല്ലാ ലഹരിയുടെ ഉപയോഗവും ആസക്തിയും അതിൻ്റെ കീഴ്പ്പെടുത്തലുമെല്ലാം കുടുംബങ്ങളെ തകർക്കുന്നതാണ്, വിശുദ്ധി ഇല്ലാതെയാക്കുന്നതാണ്, തല കുനിപ്പിക്കുന്നതാണ്, നമ്മെ ലജ്ജിപ്പിച്ച് കളയുന്നതാണ്. ഈ രണ്ട് വിവരണങ്ങളും സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 1-ാം വാക്യത്തിന് അടിവരയിടുന്നു. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. എല്ലാ ലഹരികളിലേക്കും തുറന്നു വെക്കുന്ന വാതിലുകളിൽ എഴുതിയിരിക്കുന്നത് ഒന്നു തന്നെയാകും: സാരമില്ല, എനിക്ക് പ്രശ്നമാകില്ല, എനിക്ക് നിയന്ത്രിക്കാനാകും. വിജയത്തിൻ്റെ സന്തോഷാഘോഷത്തിനും സങ്കടങ്ങളുടെ മറവി മരുന്നിനും വീഞ്ഞും മദ്യവും ലഹരിയും അല്പമായോ അധികമായോ ശീലിക്കുമ്പോൾ പൊട്ടിപ്പോകുന്ന കുടുംബങ്ങളും നശിച്ചു പോകുന്ന സാമൂഹ്യ സുരക്ഷിതത്വവും സർവ്വകാലത്തും ഒരുപോലെ തന്നെയാണ്. ഓരോ സന്ദർഭത്തിലും ദൈവിക രക്ഷാപദ്ധതികളാണ് തകിടം മറിയുന്നത്. അപ്പൻ്റെ കുപ്പികളിൽ നിന്ന് മോഷ്ടിച്ച് രുചി നോക്കുന്ന കുഞ്ഞുങ്ങൾ, കൂട്ടുകാർക്കൊപ്പം രസത്തിന് വേണ്ടി ലഹരി ട്രൈ ചെയ്യുന്നവർ, പണക്കൊഴുപ്പിൽ ലഹരി ആസ്വദിക്കുന്ന സെലിബ്രിറ്റികൾ, എല്ലാവരും ഒരേ ട്രാക്കിൽ തന്നെയാണ്. ആരും ജീവിതത്തിൻ്റെ യഥാർത്ഥ സന്തോഷത്തിലേക്കല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഓരോ ദിവസത്തെ വാർത്തകളും. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കരെ ഉപദേശിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് പകരുന്ന ദൈവത്തെ ചെറുതാക്കുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്നതൊന്നും ചെയ്യാൻ പാടില്ല. ദൈവരാജ്യത്തു നിന്നും നമ്മെ അന്യപ്പെടുത്തുന്നതിന് മദ്യപാനം കാരണമാകും. മറ്റുള്ള തെറ്റുകൾ, തിന്മകളുടെ ലിസ്റ്റിനോടൊപ്പമാണ് മദ്യപാനം ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പേരിൽ മദ്യപാനത്തെ ന്യായീകരിക്കുന്നതും ശരിയല്ല. ചിലരെങ്കിലും മദ്യപാനത്തെ ന്യായീകരിക്കുന്നത് അത് ആ ദേശത്തിൻ്റെ കൾച്ചറാണ്, സംസ്കാരമാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഓർക്കുക, നമ്മുടെ ശീലങ്ങളിൽ നിന്നാണ് സംസ്കാരം രൂപപ്പെടുക. സംസ്കാരങ്ങളെ വെല്ലുവിളിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കാനും കൂടിയാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭ എല്ലായ്പ്പോഴും മിഷണറി സമൂഹമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷികളാണ് സഭ. അതിനാൽ സഭ വിശുദ്ധമായിരിക്കണം. ഇരുട്ടിൽ നിൽക്കുന്ന സഭയ്ക്ക് മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാകില്ല. അതിനാൽ നമ്മുടെ കുറവുകളെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. കുറവുകളെ പരിഹരിക്കാനുള്ള ആദ്യ പടി തങ്ങളുടെ കുറവുകൾ സമ്മതിച്ചു കൊടുക്കലാണ്. മദ്യാസക്തിയിൽ നിന്നും വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വതന്ത്ര സംഘടനയായ ആൽക്കഹോളിക്സ് അനോണിമസ് AA മദ്യപാന ആസക്തിയിൽ നിന്ന് അകലാൻ സഹായിക്കുന്നതും അനുകരിക്കാവുന്നതുമായ 12 പടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മെ അടിമകളാക്കിയിരിക്കുന്ന ആസക്തിയെ തിരിച്ചറിയുകയും അവ നിമിത്തം നമ്മുടെ ജീവിതം നിയന്ത്രണാതീതമായി എന്ന് തുറന്ന് സമ്മതിക്കുകയുമാണ്. ഇനിയും ഞങ്ങളെ ശരിയായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തിക്ക് മാത്രമേ സാധിക്കൂ എന്ന് സമ്മതിച്ചു കൊടുക്കലാണ് രണ്ടാമത്തെ പടി. കുറ്റബോധവും ഉത്കണ്ഠയും ചേർന്ന ദുസ്തുതികളിൽ നിന്ന് രക്ഷപ്പെടാൻ കുറുക്കു വഴിയായി ലഹരി തേടുന്നത് തീർത്തും ആപത്ത് തന്നെയാണ്. ലഹരി അതിലൂടെ ജീവിതം നശിപ്പിക്കുകയല്ല, ദൈവത്തിങ്കിലേക്ക്, സുബോധത്തിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്ക് നാം വരികയാണ് ചെയ്യേണ്ടുന്നത്. സഭ വിശുദ്ധമാണ്. വിശുദ്ധ സഭ അതിലെ സകല മാലിന്യങ്ങളും അശുദ്ധ ശീലങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യപ്പെടുകയും മറ്റുള്ളവരെ പ്രശാന്തതയിലേക്ക് ആനയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ സഭയ്ക്ക് മാത്രമേ ഈ ലോകത്തിൻ്റെ അശുദ്ധിക്കെതിരെ
പോരാടാനാകും. വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ട എൻ്റെ ജീവിതവും എൻ്റെ ശരീരവും, ഇത് നാം നമ്മോട് തന്നെ ആവർത്തിച്ച് പറയണം. വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതാണ് എൻ്റെ ജീവിതവും എൻ്റെ ശരീരവും. ദൈവം വിശുദ്ധനാണ്. നാം വിശുദ്ധരാകേണ്ടുന്നവരാണ്. മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കേണ്ടുന്നവരുമാണ്. ദൈവം അതിലേക്ക് നമ്മെ സഹായിക്കട്ടെ.